ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സന്തോഷ് ചെറാക്കുളമാണ്. അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ചും ഇരിങ്ങാലക്കുടയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും നമ്മളോടിപ്പോൾ അദ്ദേഹം സംവദിക്കും. പ്രത്യേകം സ്വാഗതം. അപ്പോൾ ഇലക്ഷൻ വളരെ അടുത്തു. ഏപ്രിൽ 9 എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും രണ്ടാമത്തെ ഒരു ഊഴമാണ് താങ്കൾ മത്സര രംഗത്തേക്ക് വരുന്നത്. ഇതിനു മുമ്പ് 2016 NDA സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുകയുണ്ടായി. അന്ന് എനിക്ക് തോന്നുന്നു 30,000-ഓളം വോട്ടുകൾ പിടിച്ചു. ഇനി ഇപ്രാവശ്യം എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? 2016 ഇവിടെ ഇലക്ഷൻ നിന്നപ്പോൾ അന്ന് പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ലാത്ത സമയത്താണ് നമ്മൾ മത്സരിച്ചത്. എന്നിരുന്നാലും 6,000 വോട്ടുള്ള സ്ഥലത്തു നിന്നും അത് 30,000 വോട്ടാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ മത്സരിക്കുന്നത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള പ്രവർത്തനം NDAയും BJPയും ഇവിടെ നടത്തി കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും സജീവ പ്രവർത്തനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കരുവന്നൂർ പ്രശ്നവും ITU ബാങ്ക് പ്രശ്നമൊക്കെ NDAക്ക് അനുകൂലമാകുന്ന ഒരു സ്ഥിതിയാണ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. SNDPയുടെ ഒരു വക്താവായിട്ടാണല്ലോ ആദ്യം സന്തോഷ് ചെറാക്കുളം അറിയപ്പെട്ടത്. പിന്നീട് പെട്ടെന്ന് അത് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ SNDPയും BJPയും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ആയി, അല്ലെങ്കിൽ ഒരുപോലെ പ്രവർത്തിച്ചു പോയി. അപ്പോൾ ഈ SNDPയുടെ പ്രവർത്തന പരിചയമായിരിക്കാം അന്ന് തീർച്ചയായിട്ടും കാൻഡിഡേറ്റ് ആകാൻ ഇടയാക്കിയത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി SNDPയും BJPയും ഒരുമിച്ച് തന്നെയാണോ ഇപ്പോഴും? അങ്ങനെ ചില ആശങ്കകളൊക്കെ പറയണ കേട്ടതുകൊണ്ട് ചോദിച്ചത്. SNDPയും BJPയും ഒരുമിച്ചല്ല. ഞാൻ മൂന്തോരം SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് 28 വർഷമാണ് പോകുന്നത്. അത് ആ വഴിക്കാൻ നടക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് വേറൊരു വഴിക്ക് നടക്കും. എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാം വോട്ടിംഗ് വരുമ്പോൾ സംയുക്തമായിട്ടാണ് എനിക്ക് വോട്ട് കിട്ടുക. അതിപ്പോൾ SNDP തന്നെയല്ല, NSS ആയാലും അതുപോലെ തന്നെ KPMS ആയാലും അങ്ങനെയുള്ള സംഘടനകളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അത് ഇപ്പോഴുള്ള ബന്ധമല്ല, കാലാകാലങ്ങളായിട്ടുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിജയപ്രതീക്ഷയ്ക്കുള്ള ഒരു വക ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ 2016 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച. ഒരുപാട് സമരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്കായിട്ട് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി താമര വിരിയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതെ, ഓക്കെ. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ചപ്പോൾ മത്സരിച്ചപ്പോൾ ഗുരുവായൂരിലൊഴികെ ബാക്കി എല്ലാ നിയോജകമണ്ഡലത്തിലും അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിലും അദ്ദേഹമാണ് ലീഡ് ചെയ്തത്. ആ ഒരു കണക്കുകൾ വെച്ചിട്ടാണോ ശ്രീ സന്തോഷ് ചെറാക്കുളം ഇപ്പോൾ വിജയിക്കും എന്ന് അവകാശപ്പെടുന്നതിൻ്റെ ഒരു കാരണം? അല്ല, സുരേഷ് ഗോപിക്ക് 59,000 ചില്ലാൻ വോട്ട് കൂടുതലുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. അത് താമര ചിഹ്നത്തിൽ കിട്ടിയ വോട്ടുകളാണ് 59,000 ചില്ലാൻ വോട്ട്. നമ്മൾ അത് മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ ITU ബാങ്ക് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇവിടെ LDFൻ്റെയിലും UDFൻ്റെയിലും ജനങ്ങളിലുള്ള ആ മതിപ്പ് പോയി കഴിഞ്ഞു. അതിപ്പോൾ നേരെ കിട്ടുന്നത് NDAക്കാണ്. നരേന്ദ്രമോദിജി നടത്തുന്ന ഭരണപരിഷ്കാരങ്ങളും സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. അത് എത്താതിരിക്കാൻ LDF ആയാലും UDF ആയാലും ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ജനങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മോഡിയുടെ വിജയത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു പ്രതിപ്രവർത്തനം തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന 2 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ BJP വൻ മുന്നേറ്റം നടത്തും എന്നാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പലരും കരുതിയത്.
പക്ഷേ ഇരിങ്ങാലക്കുട നഗരസഭയിൽ 8 നിന്ന് 6 സീറ്റിലേക്ക് പിന്നോട്ടാണ് പോകാൻ ഇടയായത്. വേളൂക്കര പഞ്ചായത്തിലും 2 സീറ്റിൽ നിന്ന് 1 സീറ്റിലേക്ക് പോകുകയാണ് ഉണ്ടായത്. സമീപ പഞ്ചായത്തുകളിലും സ്ഥിതി വിഭിന്നമല്ല, കാറളം പഞ്ചായത്ത് ഒഴികെ. ഞാൻ കണക്കുകളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായി എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ചെറിയ ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അങ്ങ് റീഡ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ NDAക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ക്ഷീണമില്ല. കണക്കുകൾ പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൂടിയിട്ടാണുള്ളത്. പിന്നെ പല വാർഡുകളിലും ഇവിടെ LDFും UDFും ഡീൽ നടത്തിയിട്ടുണ്ട്. ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് NDAക്ക് വോട്ട് കുറയാനുള്ള കാരണം, സീറ്റ് കുറയാനുള്ള കാരണം. അല്ലാതെ അത് BJP പുറകിലോട്ട് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ചില ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ SNDP, NSS, KPMS ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ BJPയോട് ചെറിയ ആഭിമുഖ്യം പുലർത്തി വരുന്ന അല്ലെങ്കിൽ പുലർത്തുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ചൊന്നും പരാമർശിച്ച് കേട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നാണോ അങ്ങനെ? അങ്ങനെയല്ല പറയുന്നത്, ഞാൻ അവരുമായിട്ടുള്ള ബന്ധമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് 9.5 കോടി രൂപ സിന്തറ്റിക് ട്രാക്ക് പണിയുന്നതിന് വേണ്ടി അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വികസനങ്ങൾ MP നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ 3 വണ്ടികൾ അനുവദിച്ചു, തീവണ്ടികൾ അനുവദിച്ചു. 3 ട്രെയിനുകൾ അനുവദിച്ചു. അതേപോലെ തന്നെ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ കോടതി സമുച്ചയം പണിയുന്നതിന് വേണ്ടിയിട്ട് 64% പൈസയും കേന്ദ്ര സർക്കാരാണ് അനുവദിച്ചിട്ടുള്ളത്. ഹൈക്കോടതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോടതി സമുച്ചയം അതാണ്. ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിക്ക് 1 കോടിയിൽ താഴെ അനുവദിച്ചു. ഇതേപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ ഇന്നാൾ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ സമീപ പ്രദേശങ്ങളിലും ആളൂരും ഒക്കെ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ അടുത്തുള്ള കോളനിയിൽ കുടിവെള്ള പ്രശ്നം വന്നപ്പോൾ 2-3 ആഴ്ചയോളം കുടിവെള്ളം കിട്ടിയില്ല. അവിടുത്തെ ഒരു വനിത സുരേഷ് ഗോപിക്ക് മെയിലയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സുരേഷ് ഗോപി നിർദ്ദേശം തരികയും ഞങ്ങളവിടെ കുടിവെള്ളം സപ്ലൈ ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം അന്ന് തന്നെ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഏട്ടൻ ആ സംഭവ സ്ഥലത്ത് വരികയും അവരുടെ ജനങ്ങളായിട്ട് സംസാരിക്കുകയും അപ്പോൾ തന്നെ കളക്ടറെ വിളിച്ച് നിർദ്ദേശിക്കുകയും വാട്ടർ അതോറിറ്റിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ സാധിച്ചു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്ന് താങ്കൾ പറയൂ. അപ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ BJP സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നാണ് അങ്ങയുടെ അവകാശം. തീർച്ചയായിട്ടും ഞാൻ ഇല്ലെന്നൊന്നും ഖണ്ഡിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു ഡിബേറ്റല്ല, മറിച്ച് അങ്ങയുടെ ആശയങ്ങളും ഇതുകളും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ആശയങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും അങ്ങയുടെ ആശയങ്ങൾ പറയുകയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ പ്രസൻസും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും തീർച്ചയായിട്ടും അങ്ങേക്കും ഗുണം ചെയ്യാൻ ഇടയുണ്ട്, സംശയമൊന്നുമില്ല. ഈ സമീപ പഞ്ചായത്തുകളിൽ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്നാണോ? അതെ, കൂടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 34,000 ചില്ലാൻ വോട്ടാണ് ജേക്കബ് തോമസിന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുക. എൻ്റെ ഒരു ഓർമ്മ 34,300 350 മറ്റോ ആണ്. അപ്പോൾ അതിനേക്കാളും എത്ര ശതമാനം കൂടുതൽ കിട്ടുമെന്നാണ് നമുക്ക് എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം 40,000 വോട്ട് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ 2020 ഞങ്ങളോടുകൂടെ വന്നു. ഒരുപാട് ന്യൂനപക്ഷങ്ങളുടെ ആളുകളാണ് 2020-ലുള്ളത്. ഇപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവരൊക്കെ സജീവമായിരുന്നു പ്രവർത്തനം. അതേപോലെ തന്നെ BDJs ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടി വരുമ്പോൾ ഞങ്ങളുടെ വോട്ടിംഗ് നിലവാരം കൂടും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കൂടുമ്പോൾ മറ്റുള്ളവർക്ക് കുറയും. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ത്രികോണ മത്സരം വരികയും ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ഇവിടെ വിരിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ്. മുഖ്യ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും?
UDF ആണോ LDF ആണോ? ത്രികോണ മത്സരം എന്ന് വെച്ചാൽ മൂന്ന് പേരും ഈക്വലാണ്. പേരും ഈക്വലാണ്. ഓക്കെ. അപ്പോൾ ഒരു പാർട്ടിയെ നമുക്ക് തഴയാനോ അല്ലെങ്കിൽ എഴുതാനോ പുകഴ്ത്താനോ ഓരോ പറ്റില്ല. സന്ദർഭങ്ങൾ ബിന്ദു ടീച്ചർക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ നെഗറ്റീവ് ഉണ്ണിയാടിനുണ്ട്. കാരണം അവരാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്, ഞാനിവിടെ ഭരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ജനങ്ങളുടെ ആശയം എന്തുകൊണ്ട് ഒരാൾക്ക് പുതിയ കേരളത്തിനെ പരീക്ഷിച്ചുകൂടാ എന്നുള്ള ആശയം പലരുടെയും കയ്യിലുണ്ട്, മുന്നിലുണ്ട് ഇപ്പോൾ. ഓക്കെ ഓക്കെ. അങ്ങ് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അങ്ങയുടെ ഒരു 5 പ്രധാന ഊന്നലുകൾ എന്തായിരിക്കും വികസനത്തിൽ ഇരിങ്ങാലക്കുടയിൽ പ്രധാനപ്പെട്ട 1 2 3 4 5 എന്ന് പറയാവുന്ന ഒരു 5 ഊന്നലുകളെ കുറിച്ച്? ഒരു അസംബ്ലി മണ്ഡലം വളരണമെങ്കിൽ 5 കാര്യങ്ങളാണ് ശരിക്കും ഉള്ളത്. ഒന്ന് കൃഷി, ഒന്ന് വ്യവസായം, ഒന്ന് റോഡ്, ഒന്ന് വിദ്യാഭ്യാസം, 5 ഹെൽത്ത്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ MLA തിരഞ്ഞെടുക്കപ്പെട്ടാൽ എനിക്ക് കിട്ടുന്ന ഓണറേറിയം ഇവിടുത്തെ പാവപ്പെട്ട അത്രയും പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ പൈസ ഞാൻ അവർക്ക് കൊടുക്കും. 1 രൂപ പോലും ഞാൻ എൻ്റെ കുടുംബത്തേക്കോ എനിക്കോ ഞാൻ കൊണ്ടുപോകില്ല. 2, സംഗമ ഗ്രാമം മാധവൻ സാറിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാക്കും. ഗണിതശാസ്ത്രത്തിൽ അതിഗംഭീരമായി മുന്നേറിപ്പോയ ഒരാളാണുള്ളത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംഗമഗ്രാമം മാധവൻ, നമ്മുടെ കല്ലേറ്റിങ്ങര ഒരു യൂണിവേഴ്സിറ്റി. പിന്നെ അത് പലപ്പോഴും ശ്രീധരൻപിള്ളയും ഗവർണറായിരുന്ന ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ ശ്രീ സുരേഷ് ഗോപിയൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിൻ്റെ തുടർ നടപടികളൊന്നും ആയിട്ടില്ലെന്ന്. അതിന് യോഗം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ താമര വിരിയുമ്പോൾ ഞാനായിരിക്കും അത് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. മൂന്നാമത്തേലേക്ക് പോകും. മൂന്നാമത്തത് ഇവിടുത്തെ റോഡ് വികസനം. നിങ്ങൾക്കിപ്പോൾ അറിയാം, ഇരിങ്ങാലക്കുടയിൽ ഇവിടുത്തെ കച്ചവടക്കാർ ഈ റോഡ് പണി വന്നോട് എത്ര കച്ചവടക്കാർ കച്ചവടം പൂട്ടിപ്പോയി എന്നുള്ളത് നിങ്ങൾക്കറിയാം. മാധ്യമ പ്രവർത്തകർക്ക് അറിയാത്ത കാര്യങ്ങളില്ല. ഇതിന് എന്താണ് ഇന്ന് ഭരിക്കുന്ന സർക്കാർ അവർക്ക് ചെയ്തു കൊടുത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് പരിഹാരം ഉണ്ടാക്കണം. പിന്നെ വിദ്യാഭ്യാസം. നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഞങ്ങൾ പ്രചരണത്തിന് പോയപ്പോൾ ഒരു വീടുകളിലും കുട്ടികളില്ല, അച്ഛനും അമ്മയും മാത്രമാണ്. എല്ലാവരും വിദേശത്തേക്ക് പോയി. വൃദ്ധരായ അച്ഛനും അമ്മയും കാണാൻ സാധിച്ചു. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ മക്കളൊക്കെ വിദേശത്താണ്, അവിടെ പഠിക്കുന്നു, അവിടെ ചെറിയ ജോലിയും ചെയ്യുന്നുണ്ട്, അവൻ്റെ ആവശ്യത്തിനുള്ള പൈസ അവൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. വിദ്യാഭ്യാസം പാർട്ട് ടൈം ജോബും കൂടിയാണ്. എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ എന്താണ് അതിനൊപ്പം വളർത്താത്തത്? ഇപ്പോൾ 10 കൊല്ലമായില്ലേ LDF ഇവിടെ ഭരിക്കുന്നത്. അതുപോലെ തന്നെ വ്യവസായങ്ങൾ, എത്ര വ്യവസായങ്ങളുണ്ട് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ? ഇവിടെ വ്യവസായത്തിന് വേണ്ടുന്ന പ്രാമുഖ്യം ഇവിടെ LDF ആയാലും UDF ആയാലും കൊടുക്കുന്നില്ല. എങ്ങനെ അവരെ പൂട്ടിക്കാം എന്നുള്ള കാര്യമാണ്. ഏതൊരു വ്യവസായം തുടങ്ങിയാലും നിയമക്കുരുക്കിൽ പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴും പൂട്ടിപ്പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കിറ്റക്സ് സാബുവിൻ്റെ ഇപ്പോൾ എവിടേക്ക് പോയി? അവർക്ക് അവിടെ വളരെ സ്വാഗതമാണ് അവിടെ ചെയ്തത്. എന്തുകൊണ്ട് കർണാടകയും അവർ സ്വാഗതം ചെയ്തു. എത്ര അന്യ സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്തു. എന്തുകൊണ്ട് നമ്മളങ്ങനെ സ്വാഗതം ചെയ്തു? നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ കേരളത്തേക്ക് സ്വാഗതം ചെയ്തിട്ട് ആരും വരാത്തത്? അപ്പോൾ വ്യവസായങ്ങൾ ഉയരണം, കൃഷി വേണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം, ഹെൽത്ത് വേണം. ഇതൊക്കെ ഉണ്ടായാലേ ഒരു രാജ്യം. നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് റോഡ് വികസനം. നമ്മൾക്കിപ്പോൾ മംഗലാപുരത്തേക്ക് ഇവിടുന്ന് പോയാൽ, നാളെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ 3 മണിക്കൂർ വിചാരിച്ചാണ് പോയത്. പക്ഷേ 2 മണിക്കൂർ എടുത്തില്ലേ കോഴിക്കോട് എത്താൻ. അതെന്തുകൊണ്ടാണ്? റോഡ് അതിഗംഭീരമായ റോഡുകളാണ് ഇപ്പോൾ നമ്മുടെ മൊത്തം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്ന റോഡുകളൊക്കെ ഹൈടെക് റോഡുകളാണ് എന്നാണ് ആവശ്യം. ഓക്കെ. ഈ ഇരിങ്ങാലക്കുടയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ വളരെ പുരാതനമായിട്ട് തന്നെ 1956 മുതൽ ക്രൈസ്റ്റ് കോളേജുണ്ട്, 64 മുതൽ സെൻറ്റ് ജോസഫ് കോളേജുണ്ട്. അപ്പോൾ ഒരു ആർട്സ് കോളേജുകൾ എന്നുള്ള രീതിയിൽ ഇവർ രണ്ടും പ്രഗത്ഭമായ 2 കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള രീതിയിൽ ഈ അടുത്ത കാലത്താണ് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വന്നത്.
പക്ഷേ ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു ലോ കോളേജോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായിട്ടില്ല. പുതിയ വിവരസാങ്കേതിക വിദ്യയുടെ പുതിയ ഇതുകൾ വെച്ചിട്ട് പുതിയ വിവരസാങ്കേതിക വിദ്യയാണ് നമുക്കിന്ന് വേണ്ടത്. അതുകൊണ്ട് തന്നെയുള്ള AI പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഇന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലൂടെ നമ്മുടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കേരള സർക്കാർ വാങ്ങുന്നില്ല. വരുന്ന ഫണ്ട് ലാപ്സായി പോകുന്ന സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ ഒരുപാട് ഫണ്ടുകൾ ലാപ്സായി പോകുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നമുക്കറിയാം ഒരുപാട് ഫണ്ടുകളും ഒരുപാട് സാധനങ്ങളും നമുക്കറിയാം. ഇപ്പോൾ LDF സർക്കാർ കിറ്റുകൾ വിതരണം ചെയ്തു. താങ്കൾക്കറിയാലോ ആ കിറ്റ് ആരുടേതെന്ന്. ഒരു ഷർട്ട് വന്നാൽ ആ ഷർട്ടുമ്മ ആ സ്റ്റിക്കർ മാറ്റി വേറെ കമ്പനിയുടെ പേരിട്ട് കൊടുക്കണ പോലെയാണ് LDF സർക്കാർ ആ കിറ്റ് അവരുടെ കിറ്റാക്കി മാറ്റിയത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വീട് പണിത് കൊടുക്കുന്ന സംഭവം അതിനെ എന്താക്കി മാറ്റി, അവർ ലൈഫ് മിഷനാക്കി മാറ്റി. ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു സർക്കാരുകളാണ് 10 കൊല്ലമായിട്ട് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇരിങ്ങാലക്കുടയിൽ പണ്ട് തുടങ്ങിയ ഒരു KSO അല്ലെങ്കിൽ ഒരു KLFO ഒരു KPLO ഒക്കെ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കേരള ഫീഡ്സ്, ഇതിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ഒരു കേരള ഫീഡ്സ് തുടങ്ങിയ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇവിടെ ഓട്ടു വ്യവസായം വളരെ സജീവമായിരുന്നു. കൊപ്ര വ്യവസായം വളരെ സജീവമായിരുന്നു. കയർ വ്യവസായം വളരെ സജീവമായിരുന്നു. ഇതൊക്കെ അതുപോലെ മേച്ചിൽ ഓടുകളുടെ വ്യവസായം നമ്മുടെ കരുവന്നൂർ ഭാഗത്തൊക്കെ ആയിട്ട് മേച്ചിൽ ഓടുകളുടെ വ്യവസായമുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഡിമോളിഷ് ചെയ്യപ്പെട്ടു. ഒന്നും ഇല്ല, എല്ലാം അന്യം വന്നു പോയി. 10 വർഷം മുമ്പ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ അവസാനം ഒരു കിങ്ഫ്ര പാർക്ക് കാക്കത്തുരുത്തിയിൽ ഇത് ചെയ്തു. അതിൻ്റെ ലാൻഡിൻ്റെ അക്വിസിഷൻ നടന്നു. അതിൻ്റെ OSും TSും ഒക്കെ കിട്ടിയ പ്രോജക്റ്റാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു കല്ല് പോലും അതും വെച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നും അറിഞ്ഞുകൂടാ. അതേക്കുറിച്ച് താങ്കൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വ്യവസായ പാർക്കിൽ? ഇതേപോലെ താങ്കൾ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്. ഇതേപോലെ LDF ആയാലും UDF ആയാലും അനേക കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പ്രാവശ്യം ഇവിടെ താമര വിരിയും എന്നുള്ള പറയാൻ്റെ കാരണം അത് തന്നെയാണ്. അതായത് ജനം അപ്പോൾ ഒരാൾ മനസ്സിലാക്കി തുടങ്ങി. ജനങ്ങൾക്ക് എല്ലാം ബോധ്യം. പഴയ പോലത്തെ ജനങ്ങളല്ല, ഹൈടെക് ജനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ളത്. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇരിങ്ങാലക്കുടയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇരിങ്ങാലക്കുട സാംസ്കാരിക കേന്ദ്രമാണല്ലോ. സാംസ്കാരിക നഗരി ആയിട്ട് തൃശ്ശൂരിനെ അറിയപ്പെടുമ്പോഴും സാംസ്കാരിക തലസ്ഥാനമായിട്ട് തൃശ്ശൂരിനെ അറിയപ്പെടുമ്പോഴും അതിൻ്റെ ഒരു ഹബ്ബായിട്ട് എപ്പോഴും അറിയപ്പെടുന്നത് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും അമ്മന്നൂരിൻ്റെയും ഒക്കെ പൈതൃകമുള്ള ഇരിങ്ങാലക്കുടയാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഹെറിറ്റേജ് പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ സാംസ്കാരിക സമുച്ചയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സാംസ്കാരികമായ എന്തെങ്കിലും ഒരു പദ്ധതി അങ്ങയുടെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് നമ്മൾ ഒരു ജയിച്ചൊരു MLA വരുമ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതിനെപ്പറ്റി പറഞ്ഞു തരാനും കുറേ ആളുകൾ വരും. ഇപ്പോൾ കൂടമാണിക്യമായാലും പടിഞ്ഞാറ് പള്ളിയായാലും നമ്മുടെ മുസ്ലിം പള്ളി ആയാലും ഇതിനൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ നമുക്കിങ്ങനെ അത് ചെയ്യണം, അത് ഇന്ന കാര്യത്തിന് ഉപകാരപ്പെടും, അപ്പോൾ മാത്രമേ നമുക്കതിനൊരു പ്രൊജക്റ്റിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ കുടിയാട്ടവും മറ്റു കാര്യങ്ങളും ഓട്ടം തുള്ളലും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടിയാട്ടത്തിൻ്റെ വലിയൊരു സംഭവം തന്നെയാണ് കൂടമാണിക്യത്തിൽ. അത് ആരും സാധാരണ ശ്രദ്ധിക്കാറില്ല, അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കല്ലേ. അപ്പോൾ ഉണ്ണായി വാര്യർ സ്മാരക നിലയം നശിച്ചു കിടക്കല്ലേ. അതേക്കുറിച്ച് ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത് കലാനിലയത്തിനെ കുറിച്ച്. എന്താണ് ഇവിടുത്തെ ഇന്നത്തെ ഭരിക്കുന്ന സർക്കാർ ചെയ്തതെന്ന്? അവിടെ 13 മാസമായിട്ട് അധ്യാപകർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അവിടെ കലാനിലയത്തിൽ പോവുകയോ അവരുടെ പരാതികൾ കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. അതിന് പരിപൂർണമായും ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന MLAക്കല്ലേ പരിപൂർണമായും ഉത്തരവാദിത്വം. MLA എന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല? മറ്റു പല കാര്യങ്ങളും MLA ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഉണ്ണായി വാര്യരുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല? എന്തുകൊണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്തില്ല? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആരാ? ഇവിടെ 5 കൊല്ലം ഭരിച്ച MLAക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഇനി കൂടൽമാണിക്യത്തുമായിട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് ഈ അടുത്തിടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അവിടുത്തെ ഒരു പോസ്റ്റിങ്ങിനെ ചൊല്ലി. അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? BJPയുടെ അഭിപ്രായം?
ഇന്ന് 21-ാം നൂറ്റാണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനൊരു അവസരം വന്നപ്പോൾ കോടതി അതിനെ ഒരു അനുകൂല തീരുമാനം എടുക്കുകയും അത് നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അത് ഇവിടെ ഭരിക്കുന്ന LDFകാരാണ് അത് ഭരിക്കുന്നത്, ഭരണസമിതി. അവരാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ അത് NDA ആയിട്ട് ഇടപെട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഈ NDA ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ, അല്ലെങ്കിൽ സന്തോഷ് ചെറാക്കുളം ജയിച്ചു വന്നാൽ, കൂടൽമാണിക്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ്? കൂടൽമാണിക്യം ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം മതിൽ വീണിട്ട് ഇപ്പോൾ റോഡടക്കം ഇല്ല എന്ന് താങ്കൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് നാളുകളായിട്ട് അതിൽ വരാൻ പറ്റുന്നില്ലേ? ആ കുളത്തിൻ്റെ നവീകരണം എന്ന് പറഞ്ഞ് കെട്ടിയടച്ചു വെച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ അമൃതം പ്രസാദം പദ്ധതി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം പുരാതനമായ അമ്പലമാണ്. എന്താ പറയുക, ഒരുപാട് ആളുകൾ അവിടെ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അമ്പലത്തിന് മാത്രമല്ല മറ്റു സമുദായ അംഗങ്ങൾക്ക്, ഇപ്പോൾ ന്യൂനപക്ഷ സമുദായമായാലും മറ്റു സമുദായമായാലും അവരുടെ എല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാധ്യസ്ഥനായിരിക്കും ഞാൻ ഒരു MLA ജനിച്ചാൽ. തീർച്ചയായിട്ടും. ഇനി രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ച് ചോദിക്കും. അതായത് ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ കാറ്റാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അത് കാരണം അത്രമാത്രം ജനം ഈ 10 കൊല്ലം കൊണ്ട് വെറുത്തു. ദുർഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നാണ് UDF അവകാശപ്പെടുന്നത്. BJP എങ്ങനെയാണ് അതിനെ നോക്കുക? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. കാരണം UDF ഇവിടെ ഭരിച്ചിട്ട് എന്ത് നേട്ടമാണ് കേരളത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത്? അത് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കില്ലേ? പിന്നെ 10 വർഷം LDF ഭരിച്ചു, അതുകൊണ്ട് UDFന് ഭരണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭരണം കിട്ടില്ല. അത് തന്നെയല്ല, UDFൽ ഇപ്പോൾ 5 മുഖ്യമന്ത്രിമാരുണ്ട്. ഈ 5 മുഖ്യമന്ത്രിമാരും കൂടി അവർക്ക് ഭരണം കിട്ടുന്നത് ഇല്ലാണ്ടാക്കാൻ പോവാണ്. അത് സത്യമായി എല്ലാവരും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് UDFന് ഭരണം കിട്ടുക? അപ്പോൾ സുധാകരൻ്റെ കാര്യം എടുത്തോ, കണ്ണൂരിൽ സുധാകരൻ വേറെ മത്സരിച്ചെങ്കിൽ എന്തായിരിക്കും UDFൻ്റെ സ്ഥിതി? അതേപോലെ NDAയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പല ഇപ്പോൾ LDFിൽ നിന്ന് പലരും BJPയിലേക്ക് ചേക്കേറിയിട്ടുണ്ടല്ലോ. LDFിന് വന്നിട്ടുണ്ട്, UDFിന് വന്നിട്ടുണ്ട്. പിരിങ്ങാലക്കുട്ടി തന്നെ MS അനിൽകുമാർ, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇവിടെ കോൺഗ്രസ് ഉണ്ടാകില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പ്രത്യക്ഷമായി പറ്റില്ല. അത് നേട്ടമുണ്ടാക്കാൻ ഒരിക്കലും UDFന് സാധിക്കില്ല. അല്ല, അപ്പോൾ BJPക്ക് സാധിക്കില്ലല്ലോ. BJPക്ക് പറയാലോ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഞങ്ങളാണ് അധികാരത്തിൽ വരാമെന്ന് പറയാം. അതിൽ സംശയമില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർജി മാറാത്തത് മാറും, വികസിത കേരളം എന്നാണ് ആപ്തവാക്യം കൊടുത്തിരിക്കുന്നത്. അതെന്തതിൻ്റെ അർത്ഥം? ഇവിടെ മാറാത്തത് മാറും, ഇവിടെ കേരളം NDA ഭരിക്കും. NDA ഭരിച്ചാൽ ഈ കേരളം ഒരു സ്വർഗീയ ഭൂമിയായിട്ട് മാറുമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം പറയുമ്പോൾ ഈ പലയിടത്തും LDFുമായിട്ട് BJP ഡീൽ നടത്തിയിരുന്നതാണ് UDF അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ശ്രീമതി ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ, അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ, അങ്ങനെ പല മണ്ഡലങ്ങളിലും സന്തോഷ് ചെറാക്കുളം മത്സരിക്കുന്നിടത്തും. അത് പറഞ്ഞിട്ടില്ല, അതാരും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, അതിലെനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ 4-5 മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞിട്ട് LDFുമായിട്ടൊരു കോംപ്രമൈസ് ടാഗ് ലൈൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ഡീല് നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അതിപ്പം കേരളത്തിൽ BJP താമര വിരിയിക്കും എന്ന് തോന്നുമ്പോൾ ഇനി ഇതല്ല ഇതിനും വലിയതും കേൾക്കാൻ കിടക്കുന്നുള്ളൂ. ചിലപ്പോൾ പറയും മുകളിൽ പോയിട്ട് അമ്പിളിമാവനെ പിടിച്ചു കൊണ്ടുവരാം, അത് BJPക്ക് കൊടുക്കാം, അല്ലെങ്കിൽ CPMന് കൊടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കാം എന്നൊക്കെ പലതും പറയും. അത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾ തല്ലുകൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ LDFും UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം NDA എത്ര സീറ്റ് നേടാൻ സാധ്യതയുണ്ട്? ഈ പ്രാവശ്യം NDA മിനിമം 20 സീറ്റെങ്കിലും നേടും.
കാരണം എ ക്ലാസ് മണ്ഡലം തന്നെ 60 ഉണ്ട്. ഈ 60ഉം എ ക്ലാസ് എന്ന് വെച്ചാൽ എപ്പോഴും 40,000-ലധികം വോട്ടുകളുള്ള മണ്ഡലമാണ് എ ക്ലാസ് മണ്ഡലം. ആ എ ക്ലാസ് മണ്ഡലം 60-ൽ 20. 60-ൽ 20 എന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടാൻ സാധിക്കും. അതിൽ ഇരിങ്ങാലക്കുട പെടും. ഇരിങ്ങാലക്കുട എ ക്ലാസ് മണ്ഡലമാണ്. BJPയുടെ എ ക്ലാസ് മണ്ഡലത്തിൽപ്പെട്ട ഒന്നാണ് ഇരിങ്ങാലക്കുട. കാരണം 59,000 വോട്ട് സുരേഷ് ഗോപിക്ക് അധികം നിൽക്കുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി 40,000-ത്തോളം വോട്ട് BJPക്ക് ഉണ്ട്. BJPയുടെ പാർട്ടി വോട്ടുണ്ട്. പാർട്ടി വോട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ LDFും UDFും എടുത്ത് നോക്കിയാൽ ഒറ്റയ്ക്കൊരു പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് എന്നാൽ BJP ആയിരിക്കും ഒന്നാം സ്ഥാനത്ത്. ചിലപ്പോൾ CPMന് എത്ര വോട്ടുണ്ടാവില്ല, കോൺഗ്രസിന് എത്ര വോട്ടുണ്ടാവില്ല. അവർ ഘടകകക്ഷികളാണ്. എത്ര ഘടകകക്ഷികളാണ് ഇപ്രാവശ്യം? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ എന്തൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ തോമസ് ഉണ്ണിയാണ്ട് കൂടെ പ്രവർത്തിക്കാൻ ആളുകളില്ല. എന്താ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളിതൊക്കെ കാണുന്നില്ലേ? പത്രദൃശ്യ മാധ്യമങ്ങളല്ലേ എന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, ഒരേ കുടുംബത്തിൽ പിറന്ന ഒരേ അമ്മയുടെ മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ഉച്ചയ്ക്കാണ് പുള്ളിയുടെ ഇൻ്റർവ്യൂ ഇതുപോലെ. അല്ല, അത് സാധാരണ നമ്മൾ പോസ്റ്ററുകളും പലരുടെയും അഭിപ്രായങ്ങളും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ബഹളങ്ങളും ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടു. പിന്നെ ഇതിന് ഒറ്റക്കെട്ടാകുമ്പോഴാണ്. അതേപോലെ തന്നെ അവരുടെ സീറ്റ് വെട്ടിക്കുറച്ചു. അപ്പോൾ സീറ്റ് 10-ൽ നിന്ന് 8 8 10-ൽ അപ്പോൾ അവർക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഈ പണി തിരിച്ച് കോൺഗ്രസിനും കൊടുക്കും, ഇല്ലേ? സ്വാഭാവികമല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ UDF നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണെന്ന്, 100 സീറ്റിലധികം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാഗ്ദാനങ്ങൾ നൽകി. ഇപ്പോൾ കർണാടകയിൽ വാഗ്ദാനം നൽകിയിട്ട് വല്ലതും നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഈ വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിൽ എന്തെങ്കിലും നടപ്പാക്കാൻ പറ്റുമോ? പെൻഷൻ കൊടുക്കും, ട്രാൻസ്പോർട്ട് ബസ് ഇപ്പോൾ അവർ പറഞ്ഞു 3,000 രൂപ പെൻഷനാക്കും കൊടുക്കും. അതുപോലെ സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര അനുവദിക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. 5 പരിപാടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടക്കില്ല എന്നാണ് പറയണത്. എങ്ങനെ നടക്കണത്? ഇവിടെ കേരളം വലിയൊരു കടത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് കടം 3 ഇരട്ടിയായി. ഇപ്പോൾ പിണറായി സർക്കാർ ഈ ഇലക്ഷന് മുന്നേ 3,000 കോടി രൂപ കൊണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ബാങ്കിൽ കടകൾ വേറെ, സർക്കാരിൻ്റെ കടകൾ വേറെ. എങ്ങനെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? എങ്ങനെ പെൻഷൻ കൊടുക്കാൻ സാധിക്കും? എങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും? അതിന് ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി NDA ഇവിടെ ഭരിക്കണം. ഭരിച്ചാൽ അത് ക്ലിയറായിട്ട് അത് കൊണ്ടുവരാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങളും കാര്യങ്ങളും അപ്രോച്ച് ചെയ്ത് കടങ്ങൾ കുറച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഭാവി സുരക്ഷിതമായ രീതിയിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു 20 സീറ്റ് 60 സീറ്റുകളിൽ 20 സീറ്റെങ്കിലും ജയിക്കും എന്ന് പറഞ്ഞു. അതിൽ തൃശ്ശൂർ ജില്ലയിൽ എത്ര സീറ്റ് പെടും? അങ്ങയുടെ ഒരു അനുമാനം. തൃശ്ശൂർ ജില്ലയിൽ ഒരു 4 സീറ്റ് കിട്ടും. 4 സീറ്റ് ഏതൊക്കെയായിരിക്കും? തൃശ്ശൂർ പത്മജൻ ജയിക്കും, മണലൂർ അനീഷ് കുമാർ ജയിക്കും, ഇരിങ്ങാലക്കുടയിൽ സന്തോഷ് ജയിക്കും. അതേപോലെ പിന്നെ 3-4 സീറ്റും കൂടി ഉണ്ട്. അതിലേതെങ്കിലും ഒന്നുകൂടി ജയിക്കും. അങ്ങനെ 4 സീറ്റാണ് ജയിക്കുക. അപ്പോൾ 20 സീറ്റ് പിടിച്ചു എന്ന് തന്നെ വിചാരിച്ചു. 20 സീറ്റ് കിട്ടി. കേരളം എങ്ങനെ ഭരിക്കും? കേരളം ഭരിക്കുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് NDA ആയിരിക്കും. അതായത് ഒരു മുഖ്യ ഫാക്ടറായിട്ട് മാറും. അതായത് LDFനോ UDFനോ ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് കേരളം എങ്ങനെ ഭരിക്കുന്ന NDA തീരുമാനിക്കും. അപ്പോൾ LDFും ആയിട്ട് ഒരു ഡീൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. UDF ആയിട്ടും ഡീൽ ഉണ്ടാവില്ല. പക്ഷേ കേരളത്തെ എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് NDA ആയിരിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ LDF പ്രശ്നം അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ കോൺഗ്രസ് വിമുക്ത കേരളമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സാധ്യത അപ്പുറത്താണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. LDF ആയിട്ട് ഒരു ധാരണയ്ക്ക് ഇന്നവരെ പോയിട്ടില്ല. ഞങ്ങളുടെ ശത്രുക്കൾ LDFും UDFാണ് ഞങ്ങളുടെ ശത്രുക്കൾ. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ അങ്ങയുടെ പേര് വന്നതുപോലെ തന്നെ മറ്റൊരാളുടെ പേര് കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേട്ടിരുന്നു ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു ഘടകം, അതായത് ഇപ്പോൾ മറ്റ് പാർട്ടികളിൽ, ഇപ്പോൾ കോൺഗ്രസ്സിൽ UDFിലൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പോലെ BJPയിലും അങ്ങനെ ചെറിയ പ്രശ്നമുള്ളതായിട്ട് കേട്ടിരുന്നു. അതേക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? അസ്വാരസ്യം? ഭാരതീയ ജനതാ പാർട്ടിയിൽ
അങ്ങനൊരു പ്രശ്നമില്ല. പാർട്ടി നേതൃത്വം എന്ത് നടപടികൾ എടുക്കുന്നോ, അത് എല്ലാവരും ശിരസ വഹിക്കും. എന്ത് ഇപ്പം ഇവിടെ വേറെ ആൾക്ക് സീറ്റ് കൊടുത്താൽ ഞാൻ മാറി നിൽക്കും. ഞാൻ മാറി നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഇന്നവരിക്കും ഒരാൾ എൻ്റെ സീറ്റ് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു അവസരവും ഇവിടെ ഉണ്ടായിട്ടില്ല. അതില്ല, പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അത് ശരിയാണ്. അല്ല, അതിന് മുന്നേ ഇപ്പോൾ ഏത് പാർട്ടിയിലായാലും താല്പര്യമുള്ളവരുണ്ടാവും. അത് താല്പര്യം ഇപ്പം എത്രയോ ഒരാൾക്കല്ല 3-5 ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പാർട്ടി നോക്കുന്നത്, കാരണം അങ്ങേക്ക് ഒരു അവസരം കിട്ടിയതല്ലേ, മറ്റേ പുള്ളിക്ക് ഒരവസരം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നോക്കുന്നത് ജയമാണ്. അല്ല, ജയമാണ് നോക്കുന്നത്. ആ ജയം എങ്ങനെയാണ്? ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി 40,000 വോട്ടുണ്ട്. ഒരു 10,000 വോട്ട് പിടിക്കാൻ കഴിവുള്ള വ്യക്തി ആരാണ്? അത് ആ പാനൽ വരുമ്പോൾ അവർ പഠിക്കും, സർവേ നടത്തും. അപ്പോൾ ആളൂർ മുതൽ ഇങ്ങോട്ടുള്ള പഞ്ചായത്തുകൾ, ആളൂർ, മുരിയാട്, വേളൂക്കര, പടിയൂർ, പൂമംഗലം, കാറളം, കാട്ടൂർ, ഇത്രയും പഞ്ചായത്തുകളാണല്ലോ ഉള്ളത്. പിന്നെ മുനിസിപ്പാലിറ്റി എവിടെയായിരിക്കും ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ BJP സ്കോർ ചെയ്യുക? പടിയൂർ, കാറളം, മറ്റേ വേളൂക്കര, അതുപോലെ തന്നെ മുരിയാട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വോട്ട് കയറും. ഇരിങ്ങാലക്കുട, പുറത്തുശ്ശേരി മേഖലകളിൽ വോട്ട് കയറും. അങ്ങനെ എല്ലാ പഞ്ചായത്തുകളും, കാട്ടൂർ മാത്രം കുറച്ച് പിന്നാക്കം പോകാൻ വഴിയുള്ളൂ. ബാക്കി എല്ലാ മേഖലകളിലും BJPയുടെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. അല്ല, ഈ മുരിയാട് അത്രയും പ്രതീക്ഷയുണ്ട്. അതാണ് അതൊരു LDFൻ്റെ ഒരു കേന്ദ്രം ആയിക്കോട്ടെ. പക്ഷെ അവിടെ വേറൊരു ഫാക്ടറുണ്ട്. അതെന്താ? അത് പറയാൻ പാടില്ല. ഓക്കെ, അത് രഹസ്യമാണ്. അത് രഹസ്യമാണ്. ഞാൻ 2016 ഇലക്ഷൻ നിന്നപ്പോൾ എനിക്ക് മുരിയാടിന് വോട്ട് കിട്ടി. അത് ശരി. UDFനേക്കാൾ അധികം വോട്ട് കിട്ടിയെന്നവിടെ. അത് ഇപ്രാവശ്യവും ആവർത്തിക്കും, അതിനേക്കാൾ കൂടും. ഓക്കെ, അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ബന്ധങ്ങൾ നോക്കിയിട്ടാണ്. എന്താ പറയുക, പഞ്ചായത്തുകളിലും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണല്ലോ ഭാരതീയ ജനതാ പാർട്ടി എനിക്ക് സീറ്റ് നൽകിയത്. അങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. തീർച്ചയായും. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് അങ്ങ് ഇടതു മുന്നണിയെയും വലതു മുന്നണിയെയും തോൽപ്പിച്ച് NDA വിജയക്കൊടി പാറിക്കാൻ ഇരിങ്ങാലക്കുട സാധിക്കട്ടെ. അങ്ങേക്കെല്ലാം ഇത്